ഇതൊരു മെഷീനാണല്ലോ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിനെപ്പോഴും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കുക എന്തെങ്കിലും ചെയ്താൽ അത് തരണം ചെയ്ത് ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് എല്ലാ പൈലറ്റ്സും ട്രെയിൻഡാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പൈലറ്റ്സിനും എപ്പോഴും റിട്ടയർമെൻറ്റ് വരെയും. ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന സംവിധാനം നിലത്തുനിന്ന് പറന്ന് പൊങ്ങിയതിന് ശേഷം നിമിഷങ്ങൾക്കകം ഞങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഞങ്ങൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള റൂട്ട് വഴി ആ ഡയറക്ഷനിലും ആ ഹൈറ്റിലും ആ വേഗതയിലും ഇതിനെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ല, എന്തുകൊണ്ട് ടേക്ക് ഓഫിൽ ഇത് പ്രായോഗികമാകുന്നില്ല, അതോ പരീക്ഷിക്കുന്നില്ല, എന്താ അതിൻ്റെ കാര്യം? ഇന്ത്യയിലെ റൂൾ അനുസരിച്ച് മിനിമം 200 മണിക്കൂർ ഫ്ലൈയിങ് ട്രെയിനിങ്. ആ 200 മിനിമം മണിക്കൂറുകളിൽ മിനിമം 100 മണിക്കൂർ ഒറ്റയ്ക്ക് പറത്തുകയും ചെയ്തതിന് ശേഷമാണ്. അതിൻ്റെ കൂടെ വയർലെസ് ലൈസൻസ് ഉണ്ട്. കാര്യം എല്ലാ പൈലറ്റ്സും ഫ്ലൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് വയർലെസ്സിൽ സംസാരിച്ചുകൊണ്ടാണ്. നമ്മൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞ് PG എടുക്കുന്നത് പോലെ ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിൻ്റെ അടുത്ത തരത്തിലുള്ള ഒരു ലൈസൻസ് ഉണ്ട്. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് വെച്ച് ഒരാൾക്ക് ജോലി കിട്ടുന്നു. ഈ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു നിശ്ചിത അളവിലുള്ള ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ബിക്കോസ് നോർമൽ കരിയർ അല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ബിക്കോസ് ഇറ്റ്സ് റിസ്കിയാണ്, ഡേഞ്ചറസ് ആണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ കോഴ്സസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നേരത്തെ ഉള്ള കുറച്ച് ടോക്സിൽ തന്നെ പല പേടികൾ മാറ്റിയ സ്ഥിതിക്ക് നമുക്ക് ആ പേടികളിലേക്ക് ഇനി കടക്കണ്ട. കോഴ്സസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇന്ത്യയിൽ റൂൾ അനുസരിച്ച് കുട്ടികൾ മാത്സും ഫിസിക്സും പഠിച്ചിരിക്കണം എന്നാണ് ലൈസൻസ് കിട്ടണമെങ്കിൽ. എന്നാൽ ആ റൂൾ താമസിയാതെ മാറുമെന്നാണ് അറിയാനായിട്ടുണ്ട്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും +2 കഴിഞ്ഞാൽ ഇത് പഠിക്കാം. പക്ഷേ ആസ് ഓഫ് നൗ ഫിസിക്സും മാത്സും വേണം. അത് ഒരു വിധത്തിൽ നല്ലതാണ്. കാര്യം ഇതിൻ്റെ വിഷയങ്ങളെല്ലാം പഠിക്കണമെങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം ഫിസിക്സും മാത്സും പഠിച്ചവർക്കാണ്. എനിക്കൊന്ന് ഫിസിക്സ് മാത്സ് പഠിക്കാത്തവർക്ക് എന്തോ ഓറിയൻറ്റേഷൻ കോഴ്സ് പാസ്സായാൽ ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അങ്ങനെയല്ല. ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് +2 ഫിസിക്സ് ആൻഡ് മാത്സ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് പഠിച്ചിട്ടില്ലാത്ത കുട്ടികളാണ്, മറ്റു സ്ട്രീമിലുള്ള കുട്ടികളാണെങ്കിൽ അവർ പ്രൈവറ്റായിട്ട് ഫിസിക്സും മാത്സും എഴുതിയെടുക്കണം. പ്രൈവറ്റായിട്ട് എഴുതിയെടുക്കണം. പക്ഷേ എന്നാലും എഫക്റ്റീവ്ലി ഫിസിക്സും മാത്സും +2 ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ ലൈസൻസ് കിട്ടുള്ളൂ. ശരിക്കും ഇത്രയും ഈ ഓട്ടോമേഷനൊക്കെ ആയ സ്ഥിതിക്ക്, ഓട്ടോ പൈലറ്റിങ്ങിലേക്കൊക്കെ എത്തിയതിന് സ്ഥിതിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊരു പഴയ നിയമത്തിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഈ നിയമം മാറുകയാണ്, തീർച്ചയായിട്ടും മാറുകയാണ്. പക്ഷെ എന്നാലും ഈ പഠന വിഷയങ്ങൾ, ഈ പൈലറ്റ് ട്രെയിനിങ്ങിന് ഉള്ള വിഷയങ്ങൾ പഠിക്കാനായിട്ട് ഒരുപാട് മാത്തമാറ്റിക്സും ഫിസിക്സും അതായത് സയൻസും ഒക്കെ ഇതിനകത്തുള്ളതുകൊണ്ട് ഒരു വിമാനത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ച് പഠിക്കാനാണെങ്കിലും ഇതിൻ്റെ ഒരുപാട് കാൽക്കുലേഷൻസ്, ഒരുപാട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടും അത് പഠിച്ച ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്ക് എളുപ്പമായിരിക്കും. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഈ പൈലറ്റ് ആകുക എന്ന് പറഞ്ഞാൽ എത്ര തരം ലൈസൻസ് ഉണ്ട് പൈലറ്റിങ്ങിന്, അല്ലെങ്കിൽ എത്ര തരം പൈലറ്റുകളുണ്ട്? സ്റ്റുഡൻറ്റ് പഠിക്കാനായിട്ട് ചെന്ന് ചേരുമ്പോൾ ആദ്യം പഠിത്തം തുടങ്ങണമെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് എടുത്ത ഒരു സ്റ്റുഡൻറ്റിന് പഠിച്ചൊരു നിശ്ചിത അളവിലുള്ള മണിക്കൂറുകളുടെ ട്രെയിനിങ് ചെയ്തതിന് ശേഷം പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് വേണമെങ്കിൽ എടുക്കാം. PPL അത് നിർബന്ധമല്ല, പക്ഷെ വേണമെങ്കിൽ എടുക്കാം. പൈലറ്റ് ലൈസൻസ് ഫോർ പ്രൈവറ്റ്ലി ഓൺഡ് എയർക്രാഫ്റ്റ്സ് എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ ആ ലൈസൻസ് വെച്ചിട്ട് കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ യാത്രക്കാരെയും കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ സ്വന്തമായിട്ട് ഓൺ ചെയ്തിരിക്കുന്ന ഒരു വിമാനം പറപ്പിക്കാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരാൾക്ക് സ്വന്തം വിമാനം പറപ്പിച്ച് പോകണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ലൈസൻസ് മാത്രമാണിത്. ഇപ്പം എനിക്ക് എൻ്റെ വിമാനം പറപ്പിക്കാൻ ലൈസൻസ് ഇല്ലെങ്കിൽ പറ്റില്ല അല്ലേ? അതെ, സ്വന്തമായിട്ട് പറപ്പിക്കണമെങ്കിൽ ഈ പ്രൈവറ്റ് ലൈസൻസ് വേണം. ഇത് ഒരു ഇടയ്ക്കൊരു സ്റ്റേജ് പോലെ ഒരു ലൈസൻസ് ഉണ്ട്. അല്ലാതെ നോർമലായിട്ട് ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളെല്ലാം പഠിക്കുന്നത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് CPL. ഇന്ത്യയിലെ റൂൾ അനുസരിച്ച് മിനിമം 200 മണിക്കൂർ ഫ്ലൈയിങ് ട്രെയിനിങ്ങും ആ 200 മിനിമം മണിക്കൂറുകളിൽ മിനിമം 100 മണിക്കൂർ ഒറ്റയ്ക്ക് പറത്തുകയും ചെയ്തതിന് ശേഷമാണ് CPL എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഇന്ത്യയിൽ കിട്ടുന്നത്. അതിന് തിയറി എക്സാംസ് ഉണ്ട്, ഫ്ലൈയിങ് ട്രെയിനിങ് ഉണ്ട്. +2 ആണ് അടിസ്ഥാന യോഗ്യത. +2 അടിസ്ഥാന യോഗ്യത. ഫിസിക്സും മാത്സും ഇതുവരെയുള്ള യോഗ്യതയായിട്ട് കൂട്ടുന്നു. ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം
ലൈസൻസ് കിട്ടും. ഈ ലൈസൻസ് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരമുള്ള അംഗീകൃതമായിട്ടുള്ള മെഡിക്കൽ സെൻറ്റേഴ്സ്, ഏവിയേഷൻ മെഡിക്കൽ സെൻറ്റേഴ്സ്, അത് എയർഫോഴ്സിൻ്റെ മെഡിക്കൽ സെൻറ്റേഴ്സ് ഉണ്ട്, ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനും അധികാരം കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ലൈസൻസിനോളം തുല്യ വിലയുള്ളതാണ്. ഈ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് പൊതുവെയുള്ള മെഡിക്കൽ ഫിറ്റ്നസ് നോക്കുന്നുണ്ട്, കണ്ണിൻ്റെ കാഴ്ചശക്തി നോക്കുന്നുണ്ട്, കണ്ണാടി വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ കണ്ണാടി വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള വിഷൻ വേണം, കളർ ബ്ലൈൻഡ്നെസ് പാടില്ല, അതുപോലെ മറ്റ് രോഗങ്ങളൊന്നും പാടില്ല, കേൾവിശക്തി ചെക്ക് ചെയ്യും, അത് ക്ലിയർ ആയിരിക്കണം. ഇങ്ങനെയുള്ള എല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ പൈലറ്റ് ആകാൻ സാധിക്കൂ. ഇപ്പോൾ ലൈസൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ വയർലെസ് ലൈസൻസ് ഉണ്ട്. കാര്യം എല്ലാ പൈലറ്റ്സും ഫ്ലൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് വയർലെസ്സിൽ സംസാരിച്ചുകൊണ്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനാണെങ്കിലും ഓരോ വിമാനത്തിൻ്റെ പൊസിഷൻ എവിടെയാണ് എത്തിയിട്ടുള്ളത്, ഇപ്പോൾ എത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനാണെങ്കിലും ഈ വയർലെസ് ആണല്ലോ അതിൻ്റെ സംവിധാനം. അപ്പോൾ അതിൻ്റെ ലൈസൻസ് ഉണ്ട്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പം നമ്മളുടെ ശാരീരിക സന്തുലിതാവസ്ഥ, അല്ലെങ്കിൽ അതുപോലെ ഇത് മെൻ്റൽ ഫിറ്റ്നസ്സിൻ്റെയും ഒരു തലമുണ്ടല്ലോ, അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇത് ശരിക്കും മെൻ്റൽ ഫിറ്റ്നസ്സും നോക്കിയിരുന്നു. നമ്മളുടെ മെൻ്റൽ ഫിറ്റ്നസ്സിൻ്റെ ഒരു ചെക്കിംഗ് സംവിധാനം ആയിട്ട് തന്നെ EEG എന്ന് പറയുന്ന ടെസ്റ്റും ചെയ്തിരുന്നു. അതിപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. EEG എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം. അതെ, എന്താണതൊന്ന് പറഞ്ഞു? അപ്പം തലയിൽ ഒരുപാട് ഇത് സെൻസേഴ്സ് ഘടിപ്പിച്ച് അതിൽ നിന്നും നമ്മളുടെ റീഡിങ് എടുത്ത് നമ്മളുടെ ബ്രെയിൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ള നമ്മളുടെ റിയാക്ഷൻ അളക്കുന്ന ഒരു സംവിധാനമാണത്. അപ്പം അത് ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു സൈക്കാട്രി ഇവാലുവേഷൻ പോലെയാണത്. അപ്പം അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഒരു നിർത്തി വെച്ചേക്കുന്നു അല്ലേ? ഇപ്പോൾ ഇനി അങ്ങോട്ട് അതുണ്ടാവില്ലെന്നും അതിന് പകരം ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷൻ വരാൻ സാധ്യതയുണ്ടെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ട് കാമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒരു പൈലറ്റിന് ആവശ്യമുണ്ട്. പക്ഷേ കാംനെസ് മാത്രമല്ല, നല്ലൊരു സൈക്കോളജിക്കൽ സ്റ്റേറ്റും കൂടെ ആവശ്യമാണ്. റൈറ്റ്. കാര്യം സേഫ്റ്റി, ഇത്രയും 100 കണക്കിന് യാത്രക്കാരുടെ ജീവനാണ് ഒരാളുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് സൈക്കോളജിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം ഒരു പൈലറ്റ്. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഒരാൾക്ക് ഒരു ജോലി കിട്ടുന്നു. ഈ ജോലി കിട്ടി ഒരു കൊമേഴ്ഷ്യൽ വിമാനം പറപ്പിച്ച് ഒരു നിശ്ചിത അളവിലുള്ള എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞ് PG എടുക്കുന്നത് പോലെ ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിൻ്റെ അടുത്ത തരത്തിലുള്ള ഒരു ലൈസൻസ് ഉണ്ട്. അതിന് ATPL എന്ന് പറയും, എയർ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ്. ഇന്നലെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ അല്ല, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് വെച്ച് ഒരാൾക്ക് ജോലി കിട്ടുന്നു. ഈ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു നിശ്ചിത അളവിലുള്ള, അതായത് മിനിമം 1500 മണിക്കൂർ എക്സ്പീരിയൻസ്, മറ്റു പല എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻസും അതിന് വേണമെന്നാണ് കണക്ക്. ആ കണക്കെല്ലാം, അതായത് അതിനകത്ത് നിശ്ചിത അളവിൽ രാത്രി ഫ്ലൈ ചെയ്തിരിക്കണമെന്നുണ്ട്, നിശ്ചിത അളവിൽ പുറത്ത് നോക്കാതെ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം നോക്കി ഫ്ലൈ ചെയ്യണം, ഇങ്ങനെ പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം പൂർത്തീകരിക്കുന്ന ഒരാൾക്ക് ഈ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യാം. അല്ല, ഇപ്പം എനിക്ക് നോർമലി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയാൽ എനിക്ക് പാസഞ്ചർ ഫ്ലൈറ്റുകൾ പറത്താൻ പറ്റും അല്ലേ? അതെ. ആ അതോ ആദ്യം കാർഗോ ഫ്ലൈറ്റ്സ് പോലെയുള്ളത് പറത്താൻ പറ്റും? ഇല്ല, അങ്ങനെ ഒരു വ്യത്യാസമില്ല. വ്യത്യാസമില്ല. ഏത് പ്ലെയിനും ഫ്ലൈ ചെയ്യാം, ജോലി കിട്ടുന്ന അനുസരിച്ച്. ഏതൊരു കോഴ്സും പഠിച്ച് ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടി പല കമ്പനികളിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ജോലി കിട്ടുന്നു എന്നുള്ള അതേ സംവിധാനമാണ്. എയർലൈൻസിൽ അപ്ലൈ ചെയ്യുന്നു, അവർ പരീക്ഷയും ഇൻ്റർവ്യൂ നടത്തുന്നു, ജോലി കിട്ടുന്നു. അതുപോലെ ജോലി കിട്ടുന്ന ഒരാൾക്ക് അതാത് എയർലൈൻ കമ്പനിയിൽ, അത് ഒരു വലിയ എയർലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ എയർലൈൻ, ഒരു ചെറിയ കമ്പനി ആയിരിക്കാം, ഒരു 1-2 വിമാനം മാത്രമുള്ളൊരു ചെറിയ കമ്പനി ആയിരിക്കാം, എന്തും ആയിരിക്കാം. ആ കമ്പനിയിൽ ഏത് വിമാനമാണോ ഉള്ളത് ആ വിമാനത്തിൻ്റെ ട്രെയിനിങ് പിന്നെ ചെയ്യണം. അപ്പോൾ സാധാരണ കുട്ടികളെ പഠിക്കാൻ അയക്കുന്ന പേരൻസിനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്.
നമ്മൾ ഇന്നത്തെ കാലാവസ്ഥയിൽ ഒരു പൈലറ്റ് ലൈസൻസ് CPL എടുക്കാനായിട്ട് ഏകദേശം ഒരു 55-60 ലക്ഷം രൂപ വേണ്ടി വരും. ഈ കാശ് മുടക്കി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് അത് മാത്രം മതി ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കരുത്. അത് കഴിഞ്ഞ് ആ കുട്ടി നല്ല പോലെ പഠിച്ച് ഇൻ്റർവ്യൂ പാസ്സായി ഒരു 1000 പേരിൽ നിന്ന് 10 പേരെ ജോലിക്ക് എടുക്കുന്ന ഒരു അവസ്ഥയിൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനി പറയും, ഓക്കെ ഞങ്ങളുടെ കമ്പനിയിൽ ബോയിങ്ങിൻ്റെ ഇന്ന വിമാനമാണുള്ളത്, അല്ലെങ്കിൽ എയർബസിൻ്റെ ഇന്ന വിമാനം, ഇതിൻ്റെ ട്രെയിനിങ് പോയി പഠിച്ചിട്ട് വരൂ, എന്നിട്ട് ജോലിക്ക് കയറും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വീണ്ടും ഒരു 10-25 ലക്ഷം രൂപ മുടക്കേണ്ടി വരും. അപ്പോൾ അതും കൂടെ കരുതി വേണം കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ പേരൻസ് ഇതിന് ഇറങ്ങിത്തിരിക്കാൻ. അപ്പോൾ ഇതും അടുത്തൊരു ക്വാളിഫിക്കേഷൻ റിക്വയർമെൻ്റ് ഓൺ ആൻഡ് ആവറേജ് 1 കോടി രൂപ ഈ പഠനത്തിന് മാറ്റിവെക്കേണ്ടി വരും. വേണ്ടി വരും. ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ ഫിലിപ്പീൻസ് പോലുള്ള സ്ഥലത്ത് ആൾക്കാർ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, കാനഡയിൽ പഠിക്കാൻ പോകുന്നുണ്ട്, ആഫ്രിക്കയിൽ പോകുന്നുണ്ട്. അവിടെ കോസ്റ്റ് എഫക്റ്റീവ് ആണോ, എന്താണ് അതിൻ്റെ ഒരു? കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ്, ഫിലിപ്പീൻസിൽ സ്പെസിഫിക്കലി പഠിച്ച പലരെയും എനിക്കറിയാം. ഫിലിപ്പീൻസിലെ ട്രെയിനിങ്ങിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ പഠിച്ച കുട്ടികൾ തന്നെ നല്ല അഭിപ്രായമല്ല പറയുന്നത്. കുറച്ച് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതർവൈസ് ബാക്കി എല്ലാ സ്ഥലത്തും എവിടെ നിന്ന് പഠിച്ചിറങ്ങിയാലും അത് നല്ലതാണ്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് പഠിച്ചാൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇതിൻ്റെ പരീക്ഷയും എഴുതി ഇതിൻ്റെ ലാസ്റ്റ് ഫ്ലൈറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ഓടിച്ചു കാണിക്കണം. ആ ടെസ്റ്റും ഇന്ത്യയിൽ ചെയ്തതിന് ശേഷമേ ലൈസൻസ് കിട്ടും. ഫ്ലൈയിങ് അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നല്ലേ? അതെ. പറഞ്ഞ 4ാമത്തെ ലൈസൻസ് അല്ലേ, അതായത് അത് ശരിക്കും എടുത്തു കഴിഞ്ഞാൽ ഒരു PG എടുക്കുന്ന എഫക്റ്റ് അങ്ങനെയാണോ ഉള്ളത്, അതോ അതുകൊണ്ട് വേറെ സ്പെഷ്യൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടോ? അതെ, ഒരു കൊമേഴ്ഷ്യൽ വിമാനത്തിൻ്റെ, ഒരു വലിയ വിമാനത്തിന് 100 കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന വിമാനത്തിൻ്റെ കമാൻഡർ ആവണമെങ്കിൽ ഈ ലൈസൻസ് ഉള്ളവർക്കേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്. കോ പൈലറ്റ് ആവാം ഇല്ലെങ്കിൽ തന്നെ. കോ പൈലറ്റ് ആകാനായിട്ട് CPL എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് മതി. അവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് വേണം. ഡ്രോൺസ്, പാസഞ്ചർ ഡ്രോൺസ് വരാൻ പോകുന്നു. അപ്പോൾ 2 പേർക്ക് പറക്കാവുന്ന ഒരു ഡ്രോണിനെ പറ്റി നമ്മളതിൻ്റെ വീഡിയോസൊക്കെ ഓട്ടോ എക്സ്പോസിലൊക്കെ കാണുമ്പോൾ കയറിയിരിക്കുക, ഡെസ്റ്റിനേഷൻ ഞെക്കുക, ടേക്ക് ഓഫ് ചെയ്യുക, കൊണ്ടിറക്കുക എന്നൊരു തരത്തിലേക്ക് ഇത് മാറുകയാണ്. അപ്പോൾ ഈ ജോലിയുടെ സാധ്യത കുറയുകയാണോ അതോ? ഈ ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് ജീവിക്കുന്ന എനിക്ക് വളരെ പറയാൻ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഉത്തരം. ഈ ജോലിക്ക് സാധ്യത കുറയുക എന്ന് പറയുന്നാൽ അത് വളരെ പൈലറ്റ്സിന് വിഷമം തോന്നും നാച്ചുറലി. അല്ല, പക്ഷേ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നോളജിയെ സ്വീകരിക്കുക തന്നെ വഴിയുള്ളൂ. നമ്മൾ ഇത്രത്തോളം ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങനെയുള്ള ഓട്ടോമേറ്റഡ് ഡ്രോൺസ് വരികയും ചെയ്യും, അതിൽ യാത്ര ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഡ്രോൺസിനൊന്നും ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൗ ഡു യു ട്രാവൽ ബിറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ്? ലോങ് ഡിസ്റ്റൻസ് യാത്രയ്ക്ക് അപ്പോഴും വലിയ വിമാനങ്ങളെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അല്ല, ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു 90% ഓട്ടോ പൈലറ്റിങ്ങിലല്ലേ ഇത് റൺ ചെയ്യുന്നത്? 90 അല്ല, 99.9 എന്ന് വേണം പറയാം. അയ്യോ, ആണല്ലോ. അതായത് ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന സംവിധാനം വിമാനം നിലത്തു നിന്ന് പറന്ന് പൊങ്ങിയതിന് ശേഷം നിമിഷങ്ങൾക്കകം ഞങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം ഈ വിമാനത്തിനെ ഞങ്ങൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള റൂട്ട് വഴി ആ ഡയറക്ഷനിലും ആ ഹൈറ്റിലും ആ വേഗതയിലും ഇതിനെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ല, എന്തുകൊണ്ട് ടേക്ക് ഓഫിൽ ഇത് പ്രായോഗികമാകുന്നില്ല, അതോ പരീക്ഷിക്കുന്നില്ല? എന്താ അതിൻ്റെ കാര്യം? ഇതുവരെയും ടേക്ക് ഓഫിന് ഇപ്പോൾ ചില എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ റോബോട്ടിനെ കൊണ്ടൊക്കെ അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും നോർമലി ടേക്ക് ഓഫിന് അത് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ഇതുവരെ സക്സസ്ഫുൾ ആയിട്ട് ലാൻഡിങ് പക്ഷേ ഞങ്ങൾ സ്ഥിരമായി അല്ലെങ്കിലും ഞങ്ങൾ റെഗുലർലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓട്ടോ പൈലറ്റിന് ഒരു വലിയ വിമാനത്തിന്, നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന വിമാനങ്ങളെല്ലാം അതെല്ലാം കേപ്പബിലിറ്റി ഉണ്ട്. ഓട്ടോ പൈലറ്റ് ഇതിനെ തന്നെത്താൻ റൺവേയിൽ കൃത്യമായി കൊണ്ടിറക്കി ബ്രേക്ക് ചവിട്ടി നിർത്തിത്തരും. അത് ഓട്ടോ ലാൻഡ് എന്ന് പറയും. അത് പൊതുവേ ചെയ്യുന്നത് മൂടൽമഞ്ഞ് പോലെ ബുദ്ധിമുട്ടുള്ള, വെളിയിലോട്ട് നോക്കിയാൽ കാണാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പൈലറ്റ്സിന് മുന്നോട്ട് നോക്കി ജഡ്ജ് ചെയ്ത് കൊണ്ട് ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഓട്ടോ പൈലറ്റ് സംവിധാനം തന്നെ ഇതിനെ കൃത്യമായി കൊണ്ട് ലാൻഡ് ചെയ്യിക്കും. എന്നാൽ എല്ലാ എയർപോർട്ടിലും ഇത് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. അതായത് ചില എയർപോർട്ടിൽ മാത്രമേ
ഈ സംവിധാനം ഉപയോഗിച്ച് ലാൻഡ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള എക്യുപ്മെൻ്റ് ഉള്ളൂ. അത് പൊതുവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയൊക്കെയാണോ മൂടൽമഞ്ഞ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ഡൽഹി പോലെ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലെ മൂടൽമഞ്ഞ് വരുന്ന സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ ഈ സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എക്യുപ്മെൻറ്റ് കോസ്റ്റ്ലി ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും വെച്ചിട്ടില്ല. എക്യുപ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിലുമുണ്ട്. കൊച്ചിയിലും ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലെ കിഴക്ക് ഭാഗത്തു നിന്ന് വന്ന് ലാൻഡ് ചെയ്യാനായിട്ട് ഈ സംവിധാനം ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള കൃത്യത ഇവിടെയുണ്ട്. പക്ഷേ അത് റെഗുലറായിട്ട് ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഈ ചില കൺട്രീസിലൊക്കെ നമ്മൾ ലാൻഡ് ചെയ്യാൻ ഉള്ള ആ റൺവേ പേടിക്കുന്ന കുറേ സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭൂട്ടാനാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഭൂട്ടാനാണെന്ന് തോന്നുന്നു. ഭൂട്ടാനിലെ പാറോ എന്ന് പറയുന്ന അവിടെ ലാൻഡ് ചെയ്യാൻ ഭയങ്കര പാടാ, പൈലറ്റ്സ് പോകാൻ മടിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ ഒരു സത്യാവസ്ഥ? ഭൂട്ടാനിലെ പാറോ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് കൊണ്ട് സാധാരണ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ ഓട്ടോമേറ്റഡ് ലാൻഡിങ് സംവിധാനം എന്നൊക്കെ. അതായത് ഇൻസ്ട്രുമെൻറ്റ് ലാൻഡിങ് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. ഒട്ടുമിക്ക എയർപോർട്ടിലും ഈ സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി അതൊരു റേഡിയോ ബീം ഉപയോഗിച്ച് ഈ വിമാനങ്ങളെ ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് റൺവേയിൽ കൊണ്ടെത്തിക്കുന്നതാണ്. ഇതേപോലെ GPS ഉപയോഗിച്ചുള്ള പുതിയ സംവിധാനങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുമൊക്കെ ഇവിടെ സ്ഥിരമായി ചെയ്യുന്നതാണ്. എങ്കിൽ ഈ പാറോ എന്ന് പറയുന്ന ഭൂട്ടാനിലെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് വൻ പർവ്വതങ്ങളുടെ ഇടയിലാണ്. അവിടെ ഈ സംവിധാനം ഒന്നുമില്ല. പ്ലെയിനിൻ്റെ ഓട്ടോമേറ്റഡ് സംവിധാനം ഓഫ് ചെയ്ത് മാനുവലായിട്ട് കാർ ഓടിക്കുന്ന പോലെ മാനുവലായിട്ട് ഫ്ലൈ ചെയ്ത് ഈ വിമാനത്തിനെ പർവ്വതങ്ങളുടെ ഇടയിൽ കൂടെ കൊണ്ടുവന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിൽ ലാൻഡ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഭൂട്ടാനിലെ പാറോ. അവിടെ പോയിട്ട് ഞാൻ പോയിട്ടില്ല. യാത്ര ചെയ്ത് പോകണം. ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെ. അതെ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. പ്രേക്ഷകരത് കാണണം. വളരെ അതിശയിപ്പിക്കുന്ന, അതായത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വിരളിലെണ്ണാവുന്ന പൈലറ്റ്സിന് മാത്രമേ അവിടെ ലാൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അയ്യോ, അതൊരു ലൈസൻസ് ആണോ? അത് ലൈസൻസിങ് ആണോ? അല്ലല്ല, ട്രെയിനിങ് ആണ്. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ. അല്ല, ഭൂട്ടാനിൽ മറ്റേ എയർപോർട്ട് ഉണ്ട് താനും അല്ലേ? അതോ ഈ ഒരു എയർപോർട്ടേ ഉള്ളൂ? അല്ല, വേറെ എയർപോർട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകേണ്ട പൈലറ്റ്സിനെ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ സിമുലേറ്റർ എന്ന് പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ്. ആ സിമുലേറ്ററിനകത്ത് കയറിയിരുന്നാൽ ശരിക്കും ഒരു പ്ലെയിനിൻ്റെ കോക്പിറ്റിൽ ഇരിക്കുന്ന പോലെ തന്നെ തോന്നും. മുമ്പിൽ 3D സ്ക്രീനാണ്. ഹൈഡ്രോളിക് കാലുകളിലാണ് നിൽക്കുന്നത്. ഇത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലുകളിൽ ഇത് പൊങ്ങുകയും പിന്നെ പ്ലെയിൻ അനങ്ങുന്നത് പോലെ തന്നെ പൊങ്ങുകയും താഴുകയും ചെരിയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഈ ഫുൾ ട്രെയിനിങ് കൊടുക്കും, ഈ പോകേണ്ട സ്ഥലത്ത് എങ്ങനെയാണ് പോയി ഇറങ്ങേണ്ടതെന്നുള്ളത്. അങ്ങനെ പല പ്രാവശ്യം ട്രെയിൻ ചെയ്ത് ഒരാൾ അതിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് കണ്ടാൽ പിന്നെ ആ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്ക് വേറൊരു പൈലറ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ കൂടിരുന്ന് കോക്പിറ്റിൽ ഇത് കാണുകയും കൂടി ചെയ്ത് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ട്രെയിനറിൻ്റെ കൂടിരുന്ന് ഫ്ലൈ ചെയ്ത് ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷമാണ് ഒരു പൈലറ്റിങ്ങിനുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പോകും. ഓക്കെ. അതുപോലെ തന്നെ ഈ മഞ്ഞുള്ള സ്ഥലം അതിലൂടെയൊക്കെ ഫ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതായത് നമ്മൾക്ക് ലാൻഡ് ചെയ്യേണ്ട സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നോർമലി നമ്മൾ ഫിലിംസിലൊക്കെ കാണാറില്ലേ, അതായത് കാശ്മീരിന്റെ മേളിൽ കൂടെ പോവാ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ടല്ലോ. നമ്മുടെ യൂറോപ്പിലും അമേരിക്കയിലും അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രികളിലും ഒക്കെ തന്നെ മഞ്ഞില്ലാത്ത സമയമില്ലല്ലോ. ഇത് വളരെ കോമൺ ആയി. മഞ്ഞിൽ ഞാൻ ലാൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ മഞ്ഞ് ഉൾപ്പെടെയുള്ള കണ്ടീഷൻസിൽ ലാൻഡ് ചെയ്യാനുള്ള ട്രെയിനിങ് എനിക്കുണ്ട്. ഇപ്പോൾ എന്നെ പോലുള്ള പൈലറ്റ്സിനുമുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥ. പക്ഷെ റൺവേ എപ്പോഴും സ്നോ ഇല്ലാതെ കീപ്പ് ചെയ്യുമല്ലോ അല്ലേ? വേണമെന്നില്ല. സ്നോ ഇല്ലാതെ കീപ്പ് ചെയ്താലും ചെറിയ സ്നോയുടെ അല്ലെങ്കിൽ ചെറിയ ഐസിൻ്റെ ഒരു ചെറിയ പ്രതലം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്കിഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മുടെ ആകപ്പാടുള്ള ധൈര്യം എന്താണെന്നറിയോ? ആ ടയർ വന്നിട്ട് താഴെ റോഡിൽ ആ ടച്ച് ചെയ്യില്ല, റൺവേയിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ല, നമുക്കൊരു ഫീലിംഗ് വരില്ലേ? അതിന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഫീലിംഗ് ആണ് എനിക്കത്. അത് ആശ്വാസം. അതെ, ഞങ്ങൾക്കൊക്കെ ആശ്വാസം ഉണ്ടാവുന്ന ഒരു കറക്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അടിപൊളി. അങ്ങനെ ഒരു സംഭവം അതാണ്. ഈ മഞ്ഞിന്റെ കാര്യം കൂടി പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ഇപ്പം നമ്മൾ പൈലറ്റ് ആകുക എന്നൊരു സ്റ്റുഡൻസിൻ്റെ ഒരു താല്പര്യം നമ്മൾ പറഞ്ഞു. മറ്റെന്തൊക്കെ സാധ്യതകളാണ് ഇതിനകത്ത്? ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ മറ്റെന്തൊക്കെയാണ്? സോ നമ്മൾ ഏവിയേഷൻ എന്ന് പറയുമ്പോൾ ജോലി സാധ്യതയ്ക്ക് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഓക്കെ, നമ്മൾ പൈലറ്റ് എന്ന് പറഞ്ഞ് ഇത്രയും സംസാരിച്ചു. ക്യാബിൻ ക്രൂ, ആയിരക്കണക്കിന് കുട്ടികളാണ് ക്യാബിൻ ക്രൂ ജോലിയിൽ ഇന്ന് സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റാഫ്, എയർപോർട്ടിൽ ചെന്ന് കയറുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്നുണ്ട്
പല ജോലികളിലായിട്ട് കുട്ടികൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോഴാണെങ്കിൽ സ്റ്റാഫുണ്ട്, നമ്മൾ പ്ലെയിൻ ബോർഡ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ സ്റ്റാഫുണ്ട്, ഇതിൻ്റെയൊക്കെ പലതരത്തിലുള്ള കോർഡിനേഷൻ ചെയ്യുന്ന പല സ്റ്റാഫുണ്ട്, ഒരുപാട് രീതിയിൽ സെക്യൂരിറ്റി സ്റ്റാഫുണ്ട്. അതേപോലെ ഒരു വിമാനം ഫ്ലൈ ചെയ്യാൻ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു വിമാനം പറക്കാനായിട്ട് ഈ വിമാനത്തിനകത്ത് ആൾക്കാരെയും കാർഗോയും അതായത് ബാഗും ഒക്കെ എവിടെയാണ് വെച്ച് ഇതിൻ്റെ വെയിറ്റ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഇത് വളരെ നീളമുള്ള, ഇപ്പോൾ 120 അതിൽ കൂടുതലോ ഒക്കെ അടി നീളമുള്ള ഒരു വിമാനമാണ്. അതിൽ മുൻവശം തൊട്ട് പുറകുവശം വരെ യാത്രക്കാർ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയുള്ള സ്പേസിൽ കാർഗോ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് ഒരു ഭാഗത്ത് കൂടിപ്പോയാൽ ചിലപ്പോൾ പ്ലെയിൻ ഫ്ലൈ ചെയ്യത്തില്ല. മുന്നോട്ടായാലും കുഴപ്പം, പുറകോട്ടായാലും കുഴപ്പം. ഇത് കൃത്യമായിട്ട് ബാലൻസ് ഒക്കെ ചെയ്ത് അത് കൃത്യമായിട്ട് ആൾക്കാരെ ഇരുത്തി ബാഗേജും കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇതെല്ലാം ചെയ്യുന്നതിന് പ്രത്യേക സ്റ്റാഫുണ്ട്. ഇതൊക്കെയും അതിൻ്റെ ലോഡ് കൺട്രോളേഴ്സ് എന്ന് പറയും. അത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണോ അതോ ഈ ലോഡ് ഹാൻഡ്ലിംഗ്? എല്ലാം ഇതെല്ലാം ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന പൊതു വിഭാഗത്തിൽ പെടുന്ന പല പല വിഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ എന്ത് കോഴ്സ് പഠിച്ചാലാണ് കുട്ടികൾക്ക് ഈ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും? പൊതുവെ എയർലൈൻസിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ കൂടെ തന്നെ ഇതിലെ പല വിഭാഗത്തിലേക്ക് പോകാൻ കഴിയും. ട്രെയിനിങ് എല്ലാം എയർലൈൻസ് തന്നെ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇതിനായിട്ടുള്ള പ്രിപ്പറേറ്ററി കോഴ്സസ് ആയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ട്. അയാറ്റ കോഴ്സ് പോലുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റും. എങ്കിലും ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് എല്ലാം അതാത് എയർലൈൻ കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ എങ്ങനെ മറക്കാൻ പറ്റും, എൻജിനീയേഴ്സ്, എയർക്രാഫ്റ്റ് എൻജിനീയേഴ്സ് ഏറ്റവും നോളജബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. AME, അതായത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എൻജിനീയറിംഗ് എന്നാണ് പറയുന്നത്. പണ്ട് വിമാനങ്ങളിൽ ഫ്ലൈറ്റ് എൻജിനീയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് 2 പൈലറ്റ്സ് ഫ്ലൈ ചെയ്യുന്നു, അതിൻ്റെ പുറകിലൊരു എൻജിനീയർ ഇരുന്ന് എല്ലാ എക്യുപ്മെൻറ്റും കൈകാര്യം ചെയ്യുന്നുള്ളൊരു സംവിധാനം പണ്ടുണ്ടായിരുന്നു. അതിന് ഈ കോക്പിറ്റിൽ തന്നെ അങ്ങനെ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു പോസ്റ്റും ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. അത് പിന്നെ ഗ്രൗണ്ട് എഞ്ചിനീയർ എന്നൊരു ടെർമിനോളജിയാണ് പിന്നെ വന്നത്. ഇപ്പോൾ പൊതുവേ പറയുന്നത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ്, AME. ഇവർ ഹൈലി സ്കിൽഡാണ്. ഇവരാണ് എപ്പോഴും ഒരു വിമാനത്തിനെ ചെക്ക് ചെയ്ത് അതിനകത്ത് കൃത്യമായിട്ടുള്ള ഫ്യൂലുണ്ടോ, കൃത്യമായിട്ടുള്ള ഓയിലുണ്ടോ, ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ് ഉണ്ടോ, പ്ലെയിനിൻ്റെ എല്ലാ ഘടകങ്ങളും കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, എല്ലാം ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് അതാത് പ്ലെയിൻ ഫ്ലൈ ചെയ്യുന്ന ക്യാപ്റ്റൻ തിരിച്ച് ഒപ്പിട്ട് ടേക്ക് ഓവർ ചെയ്യണം. ഓരോ ടേക്ക് ഓഫിനും. അപ്പോൾ ഈ എഞ്ചിനീയറിന്റെ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നോർമൽ ബിടെക് പോലുള്ള എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അത് ചെയ്യുന്നത്. ഇതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാന്നാണോ അതോ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പോലെ തന്നെ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് വിഭാഗമാണിത്. അതെ. അപ്പോൾ അതിന് ഒരുപാട് ജോലി സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ ആ ജോലിയിലുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ, ഇത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ മുട്ടുക്ക് പല പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് അല്ലേ വരുന്നത്. അപ്പം നമുക്കൊരു ഓത്തൻറ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരല്ല ചോദിക്കുന്നത്, എന്നാൽ കൂടിയും ഓത്തൻറ്റിക് ആയിട്ട് ഓരോ കോഴ്സസ് എയർലൈൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. മെയിനായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിനെ ബയസ്ഡ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ക്വാളിഫൈഡ് അല്ല. പക്ഷേ എങ്കിലും അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ പൊതുവായിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്. ബാക്കി കൊള്ളാത്തൊരു മേഖലയിൽ നിൽക്കാൻ കഴിയില്ല. അതാണ് ഇതിന്റെ ഒരു ചെറിയൊരു കുറച്ച് നാളൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിലും ചെറിയൊരു മൈക്രോ മിസ്റ്റേക്ക് പോലും ഉണ്ടാക്കാവുന്ന. അതെ. ഇതുപോലെ എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞ വേറെ, അത് എഞ്ചിനീയറിംഗ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ് ഇപ്പോൾ JK പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എയർ ട്രാഫിക് കൺട്രോൾ. ഒരു വൈമാനികൻ്റെ ഐസ് ആൻഡ് ഇയേഴ്സ്, ഒരു പൈലറ്റിൻ്റെ ഐസ് ആൻഡ് ഇയേഴ്സ് ആണ് എയർ ട്രാഫിക് കൺട്രോളേഴ്സ്. അവർ പറയുന്ന ഡയറക്ഷനിൽ, അവർ പറയുന്ന ഹൈറ്റിൽ, അവർ പറയുന്ന സ്പീഡിൽ മാത്രമേ ശരിക്കും ഒരു പ്ലെയിനിന് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. കാര്യം നമുക്ക് പുറത്തോട്ട് നോക്കിയാലൊന്നും കാണില്ല. നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള റൂട്ട് വഴി പ്ലെയിനുകൾ പോവുകയാണ്. പക്ഷേ എതിരെ ഒരു പ്ലെയിൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ റൂട്ടിൽ പോയാലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, വഴി മാറിപ്പോണോ, ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. അതാരാ പറയേണ്ടത്? എയർ ട്രാഫിക് കൺട്രോളർ വേണം പറയാൻ. ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യണോ, ടേക്ക് ഓഫ് ചെയ്യണോ, എങ്ങോട്ട് പോകണം, തിരിയണം,
ഇതെല്ലാം അവർ പറയുന്നതാണ്. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത് പൊതുവേ BTech കഴിഞ്ഞിട്ടുള്ളവരോ ഒക്കെയാണ് അതിന് അപ്ലൈ ചെയ്യുന്നത്. അതിന് എക്സാം ഉണ്ട്. എക്സാം പാസ് സെപ്പറേറ്റ് കോഴ്സാണ് അല്ലേ? സെപ്പറേറ്റ് കോഴ്സായിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അവരുടെ കീഴിലാണത്. അപ്പോൾ അത് പഠിച്ചിറങ്ങി നല്ല ജോലിയാണ്. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. കാര്യം അവരുടെ സംസാരം മാത്രമേ നമ്മൾ പൊതുവെ അവരെ മീറ്റ് ചെയ്യാറില്ല. നമ്മൾ അവരെ ആകെ കാണുന്നത് അവരുടെ ശബ്ദത്തിൽ കൂടിയാണ്, വയർലെസ്സിൽ കേൾക്കുന്ന അവരുടെ ശബ്ദം. പക്ഷേ അവർ പലപ്പോഴും എത്ര എഫിഷ്യൻ്റായിട്ടാണ് ഡസൻ കണക്കിന് പ്ലെയിനുകളെ വഴി തിരിച്ച് വിട്ട് കൃത്യമായി ഒരു റൂട്ടിൽ കൊണ്ടുവന്ന് ഒന്നിനു കുറേ ഒന്നായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്നതൊക്കെ, പ്രത്യേകിച്ചും ബോംബെ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഓരോ മിനിറ്റിലും ലാൻഡിങ് ആയിരിക്കുമല്ലോ അല്ലേ? അതായത് ഒരു നിമിഷം പോലും അവർക്ക് സംസാരം നിർത്താൻ പോലും കഴിയാറില്ല. ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നിനു കുറേ ഒന്നായിട്ട് ഓരോ പ്ലെയിനുകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള, അത് ശരിക്കും വളരെ നല്ലൊരു ജോലിയാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള BTech ബിരുദധാരികൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതിന് അപ്ലൈ ചെയ്യണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഈ ഏവിയേഷൻ മേഖലയിലെ വിവിധ ജോലികളെ പറ്റി പറഞ്ഞു. പൈലറ്റ്, വിവിധ തരം പൈലറ്റ്സ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫ്സ്, ക്യാബിൻ ക്രൂ, എയർപോർട്ടിനകത്ത് ഉള്ള AME എഞ്ചിനീയേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന, ഈവൻ വെയിറ്റ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ, ഇതെല്ലാം കേൾക്കാൻ വളരെ കൗതുകമുള്ള ജോലിയാണ്. ഇതിൻ്റെ ഒരു സാലറി തലത്തിൽ നോക്കുമ്പോൾ ഇതൊരു അട്രാക്റ്റിംഗ് സാലറി തന്നെയാണോ ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അതോ ഒരു ഗ്ലാമറസ് ജോബ് മാത്രമാണോ? തീർച്ചയായിട്ടും സാലറി ആണോ ഗ്ലാമറാണോ കൂടുതലെന്ന് പറഞ്ഞാൽ ഗ്ലാമറാണ് കൂടുതൽ. ഗ്ലാമറിനൊപ്പമുള്ള സാലറി എന്തായാലും ഇന്ത്യയിൽ ഇതുവരെ ആ ഒരു ലെവലിൽ വന്നിട്ടില്ല. കാര്യം നമ്മൾ എപ്പോഴും നമുക്ക് കമ്പയർ ചെയ്യാൻ ലോകം മൊത്തം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പൈലറ്റ് എന്ന് പറഞ്ഞ് ഇന്ന് ഫ്ലൈ ചെയ്യുന്ന എയർബസ് വിമാനം, ഇതേപോലെ ഞാൻ ചെയ്യുന്നതിൽ ഒരു വ്യത്യാസമില്ലാതെ ഫ്ലൈ ചെയ്യുന്ന വേറൊരു രാജ്യത്തെ പൈലറ്റിൻ്റെ എന്നെക്കാളും ഇരട്ടിയോ അതിൽ കൂടുതൽ ശമ്പളമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ജോലികളിലും ആ വ്യത്യാസമുണ്ട്. പക്ഷേ കമ്പയർ ടു അതർ ജോലീസ് ഇത് കുറച്ച് കൂടുതലുണ്ട് അല്ലേ? അല്ല, അങ്ങനെ പറയാനില്ല കേട്ടോ. ശരിക്കും ഒരു സീനിയർ ലെവലിലൊക്കെ എത്തിയാൽ തീർച്ചയായിട്ടും നല്ല ശമ്പളമുണ്ട്. പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ മറ്റേത് ജോലിയിലുള്ള പോലെ ഫ്രഷേഴ്സിന് ഒരു സ്ട്രഗിൾ തന്നെയാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട്, ഈ മാർക്കറ്റിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരിപ്പോൾ എത്ര പ്രായമായാലും ഭയങ്കര അവരുടെ പെരുമാറ്റം നല്ലതായിരിക്കും, ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. അത് മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാര്യമാണ്. കാരണം എപ്പോഴും അവർ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് മാർക്കറ്റിൽ പിടിച്ചേക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കരിയർ ഓപ്റ്റ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ഒരു 55-60 വയസ്സ് വരെ ലൈഫിനെ ഭയങ്കര ഒരു എന്താ പറയുക, ക്ലീൻ ആൻഡ് നീറ്റ്, ഒരു പെർഫെക്റ്റ് റിഫ്ലക്സ് സ്റ്റേജിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു കരിയറാണ് ഒരു പക്ഷേ ഏവിയേഷൻ, അല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? ഏവിയേഷന് ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഘട്ടത്തിലും. അതെ, അതായത് ഒരു യാത്രക്കാരൻ എയർപോർട്ടിലെത്തിയാൽ ആ എയർപോർട്ട് ബിൽഡിങ്ങിൽ ആദ്യം കാണുന്ന ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് തൊട്ട് പൈലറ്റ് ആയിക്കോട്ടെ, ക്യാബിൻ ക്രൂ ആയിക്കോട്ടെ, എല്ലാവരും ആ ഒരു എയർലൈൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, ഒരു മുഖമാണ്. അപ്പോൾ എല്ലാവർക്കും ഗ്രൂമിങ് ആവശ്യമാണ്. പ്ലസൻ്റായിട്ട് പെരുമാറുക, നല്ല രീതിയിൽ സംസാരിക്കുക, അപ്പിയറൻസ് നന്നായിട്ട് വൃത്തിയോടെ അത് വേഷം ധരിക്കുക എന്നാണെങ്കിലും. അപ്പോൾ ഈ ഒരു ജനറൽ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണ്. ഇത് കുറേ വർഷം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ വ്യക്തിത്വത്തിലേക്ക് അത് പകർന്നു വരും. അപ്പോൾ ആ ഒരു ഗുണം ഏവിയേഷനുള്ള എല്ലാവർക്കും കാണും. അല്ല, ഇത്രയും കാലത്തെ ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസിനിടയിൽ നമുക്ക് ഭയങ്കര പറയത്തില്ലേ, ഒരു സിനിമയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ പല ഫിലിംസ്, ഇപ്പോൾ സൈന്യം ഓർമ്മ വരുന്നുണ്ട്, അതിനകത്ത് പ്രിയരാമൻ ചെയ്ത ക്യാരക്ടർ, അതുപോലെ തന്നെ ടേക്ക് ഓഫിനകത്ത് പാർവതി ചെയ്ത ക്യാരക്ടർ, പിന്നെ ചില സിനിമകൾ ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ പ്രേക്ഷകർ ചിരിക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള റിയൽ ലൈഫ് ഇൻസിഡൻസ് ശരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലും ഫേസ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടോ അനുഭവങ്ങൾ? എപ്പോഴും വീണ ഒരു ഫെമിനിസ്റ്റ് ചോദ്യമായിരിക്കും, ഒരു പെണ്ണ് സൈന്യത്തിലൊരു പെണ്ണ് സംഭവിക്കുന്നു. അതുകൊണ്ടല്ല എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്ന ഇൻസിഡൻസ് അതാണ്. പ്രിയരാമനെയും പറഞ്ഞു, പാർവതിയും പാർവതിയുടെ സിനിമയ്ക്കകത്തുണ്ടല്ലോ ഉയരെ എന്നുള്ള ഫിലിം, ടേക്ക് ഓഫ് അല്ല, ഉയരെയാണ്. അതെ. ഇപ്പോൾ
അല്ലേ, അതിൻ്റെ അകത്ത് രസകരമായിട്ട് പറയാനും ഒരു ഭാഗമുണ്ട്, സീരിയസ് ആയിട്ട് പറയാനുള്ള ഭാഗം ആദ്യം പറയാം. അതായത് ഇതൊരു മെഷീനാണല്ലോ, ഈ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിനെപ്പോഴും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അത് തരണം ചെയ്ത് ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് എല്ലാ പൈലറ്റ്സും ട്രെയിൻഡാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പൈലറ്റ്സിനും. എപ്പോഴും റിട്ടയർമെൻറ്റ് വരെയും ട്രെയിനിങ്ങും അതിനുള്ള സ്കിൽ ടെസ്റ്റും സിമുലേറ്ററിനകത്തുള്ള ടെസ്റ്റും എല്ലാ വർഷവും പരീക്ഷ എഴുതലും ഇതൊക്കെ ഒരു ഓൺഗോയിങ് പ്രോസസ്സായിട്ട് റിട്ടയർമെൻറ്റ് വരെയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഓബിയസ്ലി പൈലറ്റ്സ് തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും ആർക്കെങ്കിലും ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ ഒരുപാട് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു എൻജിൻ കേടായി പോയി എമർജൻസി ലാൻഡിങ് ചെയ്തു എന്നൊക്കെയുള്ളത് അതൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട്. എനിക്ക് ദിവസം അയച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ, എങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, നാവിഗേഷനെ സഹായിക്കുന്ന GPS സംവിധാനം പെട്ടെന്ന് ജാമായി പോയി കിട്ടുന്നില്ല, അതിന് പകരം എന്ത് ചെയ്യണം എന്നുള്ള അതൊക്കെ ട്രെയിനിങ് ആണ്. അതിന് പകരം എന്ത് ചെയ്യണം, അതിന് പകരം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനിങ് എല്ലാ പൈലറ്റ്സിനും ഉണ്ട്. ആ സിറ്റുവേഷൻ തരണം ചെയ്തൊരു ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടായാൽ എന്താ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അതനുസരിച്ച് സേഫായിട്ട് നിലത്ത് കൊണ്ട് ഇറക്കുക എന്നുള്ളതാണ് ആ ഉദ്ദേശം. അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി രസകരമായിട്ടുള്ള കാര്യം, ചില സിനിമകളിൽ ചില കാര്യങ്ങൾ കാണിക്കാറുണ്ട്. അതായത് പ്ലെയിൻ ഓടിക്കാൻ അറിഞ്ഞൂടാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് എമർജൻസി സിറ്റുവേഷനിൽ പ്ലെയിൻ ഓടിച്ചുകൊണ്ട് ഇറക്കുന്നു എന്നുള്ളത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. ഒന്നിനു പുറം എന്നിട്ട് അത് ഇംഗ്ലീഷ് ഫിലിം ആയിക്കോട്ടെ നമ്മുടെ നാട്ടിലുള്ള ഫിലിം ആയിക്കോട്ടെ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ വളരെ പ്രസിദ്ധനായ ഒരു ബോളിവുഡ് ആക്ടറുടെ ഒരു സിനിമയിൽ കണ്ണടച്ചുകൊണ്ട് ലാൻഡ് ചെയ്യുന്നൊരു സംഭവം ഈ ഇടയ്ക്കുള്ളൊരു പുതിയ ഫിലിമിലും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ആണുങ്ങളുടെ കാര്യം പറയില്ല എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ മനസ്സിൽ വന്ന എക്സാമ്പിൾസ് അങ്ങനത്തെ അല്ല, ഇത് നടക്കുന്ന കാര്യമല്ല. അതൊക്കെ സിനിമയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ചില ആശയങ്ങൾ മാത്രമാണ്. പ്ലെയിൻ തന്നെത്താൻ ലാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? ഉണ്ട്. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. പക്ഷേ അതൊരു സാധാരണക്കാരൻ നിന്നത് പിന്നെ ഓടി വന്ന് പൈലറ്റിനെ മാറ്റിയിരുത്തി പ്ലെയിൻ ഓടിച്ചുകൊണ്ട് ഇറക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അതേപോലെ കണ്ണടച്ച് കൊണ്ട് പ്ലെയിൻ ഇറക്കുക എന്ന് പറഞ്ഞാൽ എങ്കിൽ വളരെ എളുപ്പമായിരുന്നില്ലേ. പിന്നെ അതൊക്കെ സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ. എന്തായാലും ഏവിയേഷൻ എല്ലാവരുടെയും സ്വപ്ന ജോലികളിലൊന്നാണ്. അത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് മുതൽ പൈലറ്റ് വരെ, എയർ ട്രാഫിക് കൺട്രോൾ മുതൽ AME എൻജിനീയേഴ്സ് വരെ. എന്തായാലും അവർക്കൊക്കെ ഒരു പ്രൈമറി ലെവൽ നിർദ്ദേശമെങ്കിലും നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷം. നമസ്കാരം ക്യാപ്റ്റൻ. നമസ്കാരം.